വിശുദ്ധ കുർബാനയ്ക്കിടെ കുഴഞ്ഞു വീണ ബോൾസ്യാനിയിലെ ഫ്രാൻസിസ് ടൗൺ രൂപതയുടെ ബിഷപ്പ് ആന്റണി പാസ്കൽ റബെല്ലോ കാലം ചെയ്തു. കെനിയയിൽ ജനിച്ച SPD സഭാംഗമായ ബിഷപ്പ് ആന്റണി റബെല്ലോ ഇന്ത്യൻ വംശജനാണ്. 20 കിലോമീറ്റർ കാൽനടയായി ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത ശേഷം ടൊറോന്റോയിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ദിവ്യബലി അർപ്പിക്കുകയാണ് ബിഷപ്പ് കുഴഞ്ഞു വീണത്. സമീപത്തുള്ള ക്ലിനിക്കിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പൂനെയിലെ ഡിവൈൻ വേർഡ് സെമിനാരിയിൽ പഠനം പൂർത്തീകരിച്ച ശേഷം 1977 മെയ് 10 ഗോവയിൽ വെച്ചാണ് ബിഷപ്പ് റബെല്ലോ വൈദികനായി അഭിഷിക്തനായത്. പിന്നീട് റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്ന് സ്പിരിച്വൽ തിയോളജിയിൽ ലൈസൻഷ്യേറ്റ് നേടിയ ശേഷം കെനിയയിൽ മിഷണറിയായി അദ്ദേഹം സേവനം ചെയ്തു. ഈ കാലയളവിൽ പ്രൊവിൻഷ്യൽ സന്യാസ സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ ബോൾസ്യാനിയിൽ 2021 മുതൽ ബിഷപ്പായി അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ബിഷപ്പ് റബെല്ലോയുടെ മരണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പറയത്തക്ക അസുഖങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ല എന്ന് ഫ്രാൻസിസ് ടൗൺ രൂപത വിശദീകരിക്കുന്നു. 20 കിലോമീറ്ററിലധികം ദൂരമുള്ള മരിയൻ തീർത്ഥാടനം അന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ചിരുന്നു. ഈ ജപമാല റാലി തുടക്കം മുതൽ പ്രാർത്ഥനയോടെയായിരുന്നു ബിഷപ്പ് പങ്കെടുത്തിരുന്നത്. തീർത്ഥാടനത്തിന് അവസാനം അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ മറ്റൊരു വൈദികനായിരുന്നു സന്ദേശം നൽകിയത്. ഈ സന്ദേശത്തിനിടയിൽ ബിഷപ്പ് കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ബിഷപ്പിനെ അടുത്തുള്ള ക്ലിനിക്കിൽ എത്തിച്ചു എങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. ബിഷപ്പിന്റെ മരണം ഏറെ വേദനാജനകമാണ്. ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു, എന്നാൽ മരണം അത് യാഥാർത്ഥ്യമാണ്. മരണം ബിഷപ്പ് ടോണിയുടെ മേൽ തണുത്ത കരങ്ങൾ വെച്ചിരിക്കുന്നു. പക്ഷേ അവന്റെ മനുഷ്യ ശരീരത്തിൽ മാത്രമാണ്. അദ്ദേഹം നമുക്കൊപ്പം എന്ന് ജീവിക്കും. ഫ്രാൻസിസ് ടൗൺ രൂപത ബിഷപ്പിന്റെ മരണത്തെ തുടർന്ന് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ ഇപ്രകാരം വെളിപ്പെടുത്തി: അന്തരിച്ച ബിഷപ്പിന് ആദരാഞ്ജലികൾ.